ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിട്ടാ സാധിക്കാൻ പോണത്. വേറെ ഒന്നല്ല, ഒരു പഴനി യാത്ര. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര വലിയ ആഗ്രഹമാണോ എന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടത്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ്. എനിക്ക് ഏതാണ്ടൊരു 8 മാസം 9 മാസം ഉള്ളപ്പോൾ അങ്ങാണ്ട് പോയിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞുള്ളൊരു അറിവാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മളിത് അതിന് ശേഷം, അതായത് എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോണത് ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അത് തിങ്കളാഴ്ച ഒരു 6:45 ഒരു ബസ്സിനാണ് നമ്മൾ പോണത്. അപ്പോൾ നേരെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല അധികം അങ്ങോട്ട് വെളിച്ചൊന്നായിട്ട് വന്നിട്ടില്ല. ഒരു 6:45 അങ്ങാണ് പോണത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്, അതായത് വിൻഡോൻ്റെ സൈഡിലാണ് ഇരുന്നിരുന്നത് ബസ്സിൻ്റെ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് എന്താ പറയുക, പനകളും അതുപോലെ തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതേ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ നേരെ പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതേ അവിടെ ചെന്നപ്പോൾ ഡ്രൈവർ പറഞ്ഞു പുറത്തേക്ക് പോകണവർക്കൊന്ന് പോയിട്ട് ഒരു 5 മിനിറ്റ് നേരമുണ്ട്, പോയിട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ ഇതേ നമ്മൾ അവരൊക്കെ നോക്കിയിരിക്കണം. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ആൾക്കാരെ കാണാണ്ടായപ്പോൾ നമ്മുടെ ബസ് ഡ്രൈവർ കിടന്ന് ഹോൺ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ തൃശ്ശൂരാണ്. അപ്പോൾ പാലക്കാട് ആ ഒരു റൂട്ട് ആണ് പോണത്. അപ്പോൾ ഇത് ഈ പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു തമിഴ്നാട് ആ ഒരു ഇതൊക്കെ എത്തിയപ്പോൾ ഫുള്ള് നല്ല പറമ്പും, അതായത് തെങ്ങിൻ തോപ്പുകൾ, അങ്ങനെ ഒരുപാട് കൃഷികൾ കാര്യങ്ങളുണ്ട് കേട്ടോ ഫുള്ള് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുഞ്ഞു കുഞ്ഞു വീട്, നമ്മുടെയൊക്കെ അതായത് കേരളത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായുള്ള വീടുകളാണ് അവിടെ ഉള്ളത്. അതായത് സെൻസൈഡൊന്നും ഇല്ലാത്ത തരത്തിലാണ് അവർ വീട് പണിതിട്ടുള്ളത്. നമ്മുടെ വീടും അവിടുത്തെ വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ അവിടെ ഫുള്ള് കാണാനുള്ളത്. അതുപോലെ കാറ്റാടി യന്ത്രങ്ങൾ, ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളുണ്ട്. പക്ഷേ ഞാൻ പോണ നേരത്ത് ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. ഇതൊന്നല്ല, ഇതിൽ കൂടുതലും കാറ്റാടി യന്ത്രങ്ങളുണ്ട്. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ നമുക്ക് വാഴ ഇലയിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വാഴ ഇലയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദോശയാണ് കേട്ടോ, ദോശ സാമ്പാർ അങ്ങനെ ഇത്. പക്ഷേ നമ്മുടെ ദോശേനെ, അതായത് ഇങ്ങനത്തെ ദോശ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ സാധാരണ ഹോട്ടലുകളിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ നല്ല കനം കുറഞ്ഞ നല്ല മുരിഞ്ഞ ദോശയാണല്ലോ നമുക്ക് തരാം. അവിടെ ആ ദോശ കനമുണ്ട്, പക്ഷേ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഉപ്പിട്ടിട്ടില്ല. എന്നാലും പിന്നെ നമ്മുടെ ഭക്ഷണത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ അവരുടെ ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തെങ്ങിൻ തോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, കണ്ണെത്താ ദൂരത്തോളം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് തെങ്ങിൻ തോപ്പുകളുണ്ട്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരും ആദ്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാണാനുണ്ടാവും, എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് അവർക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കുറുമ്പ് തല്ലൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുതിരവണ്ടിയിലാണ് കേട്ടോ അങ്ങോട്ട് പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു കുതിരവണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ജയറാമിൻ്റെ മഴവിൽ കാവടി സിനിമയാണ്. ആ ഒരു സിനിമയിലെ രംഗങ്ങളും ആ ഒരു സിനിമയിൽ കാണുന്ന പോലെയല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ, പക്ഷെ എന്നാലും എനിക്കത് ആ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോഴേക്കും ഏതാണ്ട് നമ്മളെ ആകെ ആൾക്കാർ വന്ന് പൊതിയുണ്ട്. പൊട്ടുകുത്താൻ, അതായത് അവരെന്തോ കുറി തൊടാനുള്ള ആൾക്കാർ, തൊട്ട് തരാൻ ആൾക്കാർ, അതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചുറ്റുകൂടി അത് വാങ്ങും ഇത് വാങ്ങുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു.
അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലണതിൻ്റെ ഒരു ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ആ കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം ആൾക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെരുപ്പും ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നേരെ കാവടി എടുക്കാനായിട്ടാണ് പോയത്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ടാണ് കേട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്, കാവടി പിടിച്ച് നിൽക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്ത കാരണം എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല പഴനി കയറാനായിട്ട്. പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല കാല് കഴപ്പും വേദനയൊന്നുമല്ല, പക്ഷേ കാലിനൊരു ബലമില്ലാത്ത പോലെയായിരുന്നു, കാല് കിടന്ന് വിറക്കായിരുന്നു. അപ്പോൾ കയറാനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയില്ല. അതുപോലെ തന്നെ നല്ലപോലെ കണ്ടു തൊഴാനും ഒക്കെ പറ്റി. അപ്പോൾ കാവടി എടുക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്ക് കുറി വരച്ചെന്നത് കൊണ്ട് നല്ല പോലെ ആൾ കുറി അങ്ങോട്ട് നല്ല കട്ടിയിൽ വരച്ചെന്നു. അപ്പോൾ അത് പോണില്ല കഴുകിയിട്ടൊന്നും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതേ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5-6 തരം കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, രസം, മോര് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പായസം ഉണ്ടായിരുന്നു, ഇതിന് പായസം. അപ്പോൾ ആ പായസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പായസം കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പായസം നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ കറികളൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങുമ്പോൾ കുതിരവണ്ടിയിൽ തന്നെയാണ് പോണത്. അപ്പോൾ പഴനി ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോണിൽ കൂടെ കാണുമ്പോൾ അത് ഭംഗിയുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുതിരവണ്ടിയിൽ തന്നെ പോവുക. അപ്പോൾ ആൾക്കാർ നമ്മൾ നന്നായി നോക്കുന്നുണ്ട്, നമ്മൾ പോകണം കണ്ടിട്ടാണോ എന്താണോന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ തിരിക്കണം അവിടെ നിന്നിട്ടാണ്. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ചെന്നപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തൃശ്ശൂർക്ക് നേരിട്ടിട്ട് 8 മണിക്കാണ് ബസ്സുള്ളത്. അത്ര നേരം നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളൊരു 3 മണിക്ക് ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാലക്കാട്ടേക്ക് ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് തൃശ്ശൂർക്ക് കയറാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരാൾക്ക് നല്ല കാറ്റുള്ള കാരണം മുടി കഴിച്ചിട്ടിട്ട് ഭയങ്കര ഷോ കാട്ടാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം ഞാൻ സാധിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പാലക്കാട് എത്തി. പിന്നെയും അവിടെ നിന്ന് നമ്മൾ വേറെ ഒരു ബസ്സിൽ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം എടുത്തു, ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ബസ്സിലുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് പാർക്കിംഗ് ഏരിയയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പിള്ളേരൊക്കെ ആയാലും വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി ഇനി ഒന്ന് കുളിച്ച് ഒന്നൊരു ഉഷാറാവണം. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ടാറ്റാ.